മെഡിക്കൽ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനൊപ്പം അത്തരം കേന്ദ്രങ്ങളെ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഫലപ്രദവും ചെലവ് കുറഞ്ഞുമായ ചികിത്സ സ്വകാര്യ മേഖലയിലും കൊണ്ടുവരിക എന്നത് ആരോഗ്യ പ്രവർത്തകരും ഈ രംഗത്തെ സന്നദ്ധ സംഘടനകളും കാലങ്ങളായി ഉന്നയിക്കുന്ന കാര്യമാണ്. അത് മുഖവിലക്കെടുക്കും വിധമാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആക്ടിന് സർക്കാർ രൂപം നൽകിയത്. ചില ന്യൂനതകളൊക്കെ ചൂണ്ടിക്കാണിക്കാനാകുമെങ്കിലും പൊതുവിൽ മേൽ സൂചിപ്പിച്ച ആവശ്യങ്ങളെ വലിയ അളവിൽ ഈ നിയമം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു. നമസ്കാരം, ഞാൻ എൻ.എ. മുഹമ്മദ് കുട്ടി. നിലപാടിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. സ്വാഭാവികമായും ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം അത് തിരിച്ചടിയായി. അങ്ങനെയാണ് ഇതൊരു നിയമവ്യവഹാരത്തിലേക്ക് വഴിമാറിയത്. എന്നാൽ നീതിപീഠം ജനങ്ങളുടെ വികാരത്തെ മുൻനിർത്തി സർക്കാർ രൂപം നൽകിയ നിയമത്തിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടപ്പോൾ അത് കാലം ആവശ്യപ്പെടുന്നൊരു നിർണായക ഇടപെടലായി മാറി. വർത്തമാന കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ഈ കോടതി വിധിക്ക് വേറെയും മാനങ്ങളുണ്ട്. ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ സംസ്ഥാനമായ കേരളത്തിൽ പൊതുജനാരോഗ്യ മേഖലയിൽ വിപുലമായ സംവിധാനങ്ങളാണുള്ളത്. അതിൻ്റെ ഗുണഫലവും കേരളീയർക്കുണ്ടായിട്ടുണ്ട്. ഉയർന്ന ആയുർദൈർഘ്യവും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് കിടപിടിക്കും വിധം കുറഞ്ഞ മാതൃശിശു മരണ നിരക്കുമെല്ലാം കേരള ആരോഗ്യ മോഡലിൻ്റെ നിദർശനങ്ങളാണ്. അതേസമയം പ്രമേഹം, ഹൃദ്രോഗം പോലുള്ള പകർച്ചേതര വ്യാധികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും കേരളമാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ തേടുന്നവരുടെ എണ്ണവും കേരളത്തിൽ കൂടുതലാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കേരള പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ചികിത്സയ്ക്കായി വ്യക്തിതലത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നവർ കേരളീയരാണ്. ഈ സാഹചര്യത്തെ ഇവിടുത്തെ വലിയൊരു വിഭാഗം സ്വകാര്യ ചികിത്സാ സ്ഥാപനങ്ങളും നന്നായി മുതലെടുക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നിലവിൽ നമുക്ക് സുരക്ഷിതമായ പല സ്വകാര്യ ആശുപത്രികളുടെയും മുഖ്യ വിഹിതം ഇത്തരം കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലായി. സ്വാഭാവികമായും ഈ കേന്ദ്രങ്ങളിലെല്ലാം ചികിത്സാ നിരക്ക് ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് പോലും പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥാവിശേഷം സംജാതമായിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേൽക്കുന്ന ഒരാൾക്കായി യാതൊരു നിക്ഷേപമോ മറ്റ് നിബന്ധനകളോ കൂടാതെ അത്യാഹിത വിഭാഗ സേവനം നൽകാൻ എല്ലാ ആശുപത്രികളും തയ്യാറായിരിക്കണമെന്നത് നിയമത്തിലെ ഒരു പ്രധാന വ്യവസ്ഥയാണ്. ഇത് പൗരന്മാർക്ക് നല്ലതുമാണ്. എന്നാൽ 200 കിടക്കകൾക്ക് മുകളിലുള്ള ആശുപത്രികൾക്ക് ഇത്തരം സേവനങ്ങൾ നൽകുന്നത് വഴി വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കാനില്ല. എന്നാൽ കേരളത്തിലെ ഭൂരിഭാഗം ആശുപത്രികളും 50 ബെഡിൽ താഴെ മാത്രം ശേഷിയുള്ളവയാണ്. ഇത്തരം ക്ലിനിക്കുകൾ നിയമം അനുശാസിക്കുന്ന എല്ലാ സേവനങ്ങളും നൽകാൻ തയ്യാറായാൽ ഇവയ്ക്കെല്ലാം പൂട്ടുവീഴുമെന്നാണ് ആശുപത്രി മാനേജ്മെൻറ്റുകളുടെ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന വാദം. രാജ്യത്ത് നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ലബോറട്ടറികൾ തുടങ്ങിയ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന നിയമമായിരുന്നു കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലെ രണ്ടാം UPA സർക്കാർ 2010 അംഗീകരിച്ച ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ മാതൃകയിൽ 3 വർഷങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടി സർക്കാരാണ് ആദ്യമായി ഈ ബിൽ കേരളത്തിൽ കൊണ്ടുവന്നത്. കരട് ബിൽ തയ്യാറാക്കിയെങ്കിലും നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ കഴിയാതെ വന്നതിനാൽ പിന്നീടത് കാലഹരണപ്പെട്ടു. 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ തൊട്ടടുത്ത വർഷം തന്നെ പ്രസ്തുത ബിൽ നിയമസഭയിൽ പാസ്സാക്കി. പിന്നീട് 2019 ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പുകൾ വന്നത്. ചികിത്സാ രംഗം പതിയെ ഒരു തരം അനിശ്ചിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമത്തിന് പൊതുജീവൻ വയ്ക്കും വിധം കോടതി ഇടപെടലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. കോടതി വിധിയെ
അതിൻ്റെ സ്പിരിറ്റിൽ പ്രയോഗമൊരുക്കുകയാണ് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത്. അതുണ്ടാകുമെന്ന് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം.